ബി.ജെ.പിയുടെ ഭാരതയാത്രയുടെ ഭാഗമായി ആറ്റിങ്ങൽ വെച്ച് നടന്ന മാമത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഒരു സമുദായ സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എന്നെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷണിച്ചതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവരോട് പറയുകയുണ്ടായി. കാരണം ഞാൻ ഒരു RSP പ്രവർത്തകനാണ്, UDF-ൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ സന്നദ്ധനല്ല, ഞാൻ അങ്ങനെ വരാൻ പാടില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് ബോധ്യം. പിന്നെ വീണ്ടും വീണ്ടും എന്നെ ഇത് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം, സമുദായ സംഘടനയുടെ പേരിൽ മാത്രം ആണ് ഞങ്ങൾ ക്ഷണിക്കുന്നതെന്നും അത് മാത്രമേ ഞങ്ങൾ ആ വേദിയിൽ അനൗൺസ് ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പോകേണ്ടി വന്നു. ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരെ അവിടെ കുറച്ചാളുകൾ ഇരിപ്പുണ്ട്. ആരൊക്കെയാണെന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം യോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അത് വന്നപ്പോൾ അവിടെ വന്ന ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ എന്നെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ സ്വീകരിച്ചുകൊണ്ട്, അവിടെ സ്വീകരിക്കലാണല്ലോ അവിടെ നടന്നത്, ആ സ്വീകരണത്തിൽ അവരെന്നെ സ്വീകരിച്ചു. ആ സ്വീകരണം ഞാൻ ഏറ്റുവാങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ BJPയുടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുന്നു ഉള്ളതല്ല ഞാൻ കണ്ടത്. ഞാൻ അവര് എൻ്റെ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ അത് ഉൾക്കൊണ്ടു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴും ഇനി ഇവിടെ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റ് A. ശ്രീധരൻ RSPയുടെ സജീവ പ്രവർത്തകനായിട്ട് ഈ മണ്ഡലത്തിലും ഈ ജില്ലയ്ക്കകത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പ്രധാനമായും ഇത് അറിയിക്കുവാനുള്ളത്. യാതൊരു കാരണവശാലും BJPയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം പരസ്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ BJPക്കാർ പറഞ്ഞാലും അതിൽ നിന്ന് ഒരിക്കലും ഞാൻ അവരോടൊപ്പം സഹകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും ഇവരോടൊപ്പം RSPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും ഞാൻ മറ്റ് പാർട്ടികളിലേക്കൊന്നും പോകില്ല. BJPയെ പ്രത്യേകിച്ചും BJP എന്നെ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്തു എന്ന് അറിയാൻ ഇവിടെ പറഞ്ഞു കേട്ടു. അതൊക്കെ വെറുതെയാണ്. കാരണം അവർ പലതും പറയും. അങ്ങനെ പറയുന്നതൊന്നും സ്വീകരിക്കാൻ അത്രയും ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പോയി എന്നുള്ളത് എൻ്റെ ഒരു സമുദായത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പോയതാണ്, അല്ലാതെ വേറൊന്നും അല്ല പോയത്. തീർച്ചയായിട്ടും RSPയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നും BJPയുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇനി വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകുകയില്ല എന്നും, ഇതുവരെ അവരുമായിട്ട് സഹകരിച്ചു എന്ന് പറയുന്നതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, എൻ്റെ വീടിനടുത്തുള്ള ആളുകൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വരികയും കാണുകയും ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു എന്നല്ലാതെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു ട്രാപ്പിൽപ്പെടുത്തി എന്നെ BJPയുടെ ഭാഗമാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ആ ഒരു വിഷമവും ദുഃഖവും കൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് നിങ്ങളോട് എൻ്റെ ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, ഞാൻ RSPയുടെ പ്രവർത്തകൻ തന്നെയായിരിക്കും. ഒരു കാരണവശാലും BJP എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ ഉണ്ടാകില്ല, ഞാൻ പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയും. ഒരു കാരണവശാലും ഞാൻ RSPയിൽ നിന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാരണവശാലും ഇനി എന്തെല്ലാം ഉള്ള സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഇത്രയും വിവാദമായ ഒരു പ്രശ്നം അവര് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും എൻ്റെ പേരിൽ ഞാൻ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. അതൊക്കെ ഒരു സംഭാഷണ മധ്യേ അതൊക്കെ പറയുന്നു അല്ലാതെ ഇതൊന്നും നമ്മൾ കൃത്യമായി അവരോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇന്നത് തരാം, ഇന്നത് തരണം എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അവര് അവിടെ വന്ന് ഇതിന്റെ നേതാക്കന്മാർ അവിടെ വന്നിരുന്ന് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എത്രയും ആളുകൾ വന്നു. ഒരു സമുദായത്തിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല ആളുകളും പല രാഷ്ട്രീയ നേതാക്കന്മാരും എൻ്റെ വീട്ടിൽ വരികയും അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നും അവരോട് എന്റെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്നും ഇവിടെ ഈ കഴിഞ്ഞ ദിവസം അവർ വന്നത് പറഞ്ഞു വിളിച്ചു. ഞാനത് പക്ഷേ എന്താ സാറേ, അത് എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാണ്, ഒരു സംശയമില്ല. അത് വാഗ്ദാനങ്ങളിൽ സാർ ആകർഷനായില്ല എന്നും കൂടി നിങ്ങൾ തിരിച്ചറിയാം.
എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ സമുദായത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം അദ്ദേഹം മുഖാന്തരം നഷ്ടപ്പെടണ്ട എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അല്ല, BJP-യുടെ അല്ല, ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായികള്, ഇതര സമുദായ സംഘടന അടക്കമുള്ള ആളുകളെ വിളിച്ച് ഒരു ഇത് നൽകുമ്പോൾ, ഒരു ആദരവ് നൽകുമ്പോൾ, അത് ഈ സിദ്ധന സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ആ സമുദായ സംഘടനയ്ക്ക് കൂടി അതിന്റെ ഒരു ആദരവ് ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ. അല്ലാതെ എനിക്ക് നിങ്ങളുമായി മറ്റു യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിതാ ഈ ഫ്രണ്ടിലെ ഒരു ഹോസ്പിറ്റലില് നോക്കി അറിയാം. ഒരാഴ്ച അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു. അദ്ദേഹം കിംസ് ഹോസ്പിറ്റലിലായിരുന്നു. അദ്ദേഹം മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റലിൽ ദീർഘനാളായി 2 കണ്ണിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ള ചികിത്സയിലായിരുന്നു. ഞാൻ വേണമെങ്കിൽ രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താം. സംഘടനാപരമായ കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഉണ്ടാവും. നടപടികളല്ല, സംഘടനാപരമായ അത്യാവശ്യം തിരിച്ചു വന്നതല്ല. അദ്ദേഹം അവിടെ പോയിട്ടില്ല. ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം എപ്പോഴും അവകാശപ്പെടുന്നത്. നമുക്കത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെയോടൊപ്പം നിങ്ങളെ കാണാമെന്ന്. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വരൂലായിരുന്നു. നമുക്ക് 100% ബോധ്യമാണ് അദ്ദേഹം BJP പോയിട്ടില്ല. RSP പ്രവർത്തകനായി, RSP നേതാവായി, ഈ പ്രദേശത്ത് RSPയെ നയിക്കുന്ന ആളായി ഉണ്ടാവും എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറി കൂടി നേരിട്ട് വന്ന് നിങ്ങളെ കാണുന്നത്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.